നൃപനേവം കഥിച്ചപ്പോൾ വരുണൻ ചൊന്നാനിതിങ്ങനെ ശുഭം വരട്ടെ പോകുന്നേൻ വേണ്ട പോൽ ചെയ്തു കൊള്ളുക നീ മാസാന്തരത്തിൽ വരാം യാഗം വേണം അന്നേത് മട്ടിലും ചെയ്താലും നാമകരണാദികളായിടയിൽ ഭവാൻ ശ്ലേഷ്ഠമാബോധി യാദസാമ്പതി ഭോഗവേ സന്തോഷമതുമൂലം പൂണ്ടു ഹരിശ്ചന്ദ്ര നൃപാലകൻ കുടംപോലെ അകിടാണ്ടുള്ള പൊന്നണിഞ്ഞുള്ള വൈക്കളെ എണ്ണമറ്റേകി ദേവേദജ്ഞൻ എല്ലിൻ കുന്നുകളും നൃപൻ പുത്രാനന്ദം കണ്ടു സീമാതീതം സുഖമാർന്നവൻ വിധിപൂർവം തൻ മകനു നൽകി രോഹിതൻ എന്നു പേർ യതീമാസാന്തരത്തിൽ വീണ്ടും വിപ്രവേശത്തിലപ്പതി രാജഗേഹത്തിൽ വന്നാശു യജ്ഞത്തിനായി തിടുക്കിനാൻ അദേവനെ കണ്ടു ഭൂവനടലാഴിയിലാണ്ടുപോയി കൊമ്പിട്ട് അതിഥി സൽക്കാരം ചെയ്തു കൈകുപ്പിയോദിന ഭാഗ്യത്താലൻ ഗൃഹം ശുദ്ധമായി തങ്ങാഗമിക്കയാൽ നിന്നിഷ്ടപ്പെടി ദേവേശ ചെയ്യുവൻ വിധി പോൽ മകം തൊണ്ണുപൊട്ടാത്ത പശുവേ കൊള്ളില്ലെന്നല്ലിയാഗമം അതിനാൽ ചെയ്യുവൻ പല്ല് മുളച്ചാലെന്ന് ഞാൻ മകം വ്യാസൻ പറഞ്ഞു ഏവം ഗതിക്ക് വരുണനാവട്ടെ എന്നുരച്ചുടൻ പോയ നൃപൻ മോദപൂർവം വിഹരിച്ചു ഗൃഹസ്ഥനായി പിന്നെ പല്ലുമുളച്ചപ്പോഴേക്കും ബ്രാഹ്മണ ഭീഷനായി യജ്ഞകാര്യമുരച്ചും കൊണ്ടെത്തി വീണ്ടും ജലാധിപൻ വിപ്രവേശത്തില യാദോനാഥനെ കണ്ട മാത്രയിൽ ഭൂപൻ കൊമ്പിട്ട് ആസനവും നൽകി പൂജിച്ചു സാദരം സ്തുതിഗീതത്തോടും കൂപ്പി വണങ്ങി ചൊന്നിതിങ്ങനെ ഭൂരിദക്ഷിണയോടൊത്തു ചെയ്വം വേണ്ട വിധം മകം ചൗളം കഴിക്കാത്ത ഗർഭകേശം വെട്ടാത്ത ബാലനെ കൊള്ളില്ല യജ്ഞഗോപാക വൃദ്ധന്മാർ ചെന്നു കേൾപ്പു ഞാൻ യജ്ഞം നടത്താം പൊഴുതോ മുടിവെട്ടിയ മാത്രയിൽ അത്രത്തോളം പൊറുത്താലും അങ്ങു ധർമ്മജ്ഞനല്ലയോ വാക്യമേവം കേട്ടു ചൊന്നേൻ വരുണൻ വീണ്ടും ഇങ്ങനെ ഓരോന്നുരച്ചെന്നെ വഞ്ചിക്കാനോ തവ ശ്രമം നിനക്കു വേണ്ടും സാമഗ്രിയെല്ലാം ഉണ്ടിപ്പോഴെങ്കിലും പുത്രസ്നേഹക്കെട്ടിലാപ്പിട്ടെന്നെ വഞ്ചിക്കയാണു നീ ചൗളകർമ്മം കഴിഞ്ഞിട്ടും യാഗം ചെയ്യിൽ അന്നു ഞാൻ നിനക്കു ഘോരമാം ശാപമേകം കോപസമന്വിതം ഇന്നു പോകുന്നു നിൻവാക്കിൻപടി ഞാൻ മാനദായക
സത്യമാക്കുലവാക്യം ഇക്ഷ്വാകുകുലജാതനായി എന്നോതി നൃപഗേഹത്തിൽ നിന്നിറങ്ങി ജലാധിപൻ തുഷ്ടിപൂർവം വാണു തന്റെ ഗേഹത്തിൽ നൃപതീന്ദ്രനും ചൗളകർമ്മോത്സവം തത്ര ഘോഷിച്ചുകൊണ്ടിരിക്കവേ യാദസാമ്പതി പെട്ടെന്ന് വന്നണഞ്ഞോ നൃപാലയം ക്രിയാകാലത്തുമടിയിൽ പുത്രനെ ചേർത്തു രാജ്ഞിയാൾ ഭർത്തൃസാന്നിധ്യത്തിൽ വാഴുക തന്നെ വന്നെത്തിനവൻ ദ്വിജരൂപധരൻ സാക്ഷാൽ അഗ്നി പോൽ കാന്തി തൂകുവൻ തിടുക്കി യാഗം ചെയ്യുന്നായി ചെന്നു കേറിയ മാത്രയിൽ പാശിയെ കണ്ടു പേടിച്ചു വിറച്ചും കൊണ്ടു മന്നവൻ നമസ്കരിച്ചു കൈകൂപ്പി നിന്നാൻ ദേവന്റെ മുമ്പിലായി വിധി പോൽ മന്നൻ അവനെ പൂജിച്ചു ദീവിനീതനായി സ്വാമി നടത്തുവൻ നിന്റെ മക്കാര്യം യഥാവിധി എന്നാലും നീതാനുണ്ടോ താൻ സശ്രദ്ധമതു കേൾക്ക നീ അവിടേക്കിഷ്ടമാണെങ്കിൽ പ്രഭോ ഞാനതു ചൊന്നിടാം ബ്രഹ്മക്ഷത്രിയ വൈശ്യന്മാർ കർമ്മത്താൽ ദ്വിജരാകുമോ അല്ല ഞാൻ ശൂദ്രർ എന്നാൽ ഈ വേദജ്ഞന്മാരുരപ്പതും ഇന്നൻ മകൻ ശൂദ്രനെ പോലെ വർത്തിക്കും ശിശുമാത്രമാ ക്രിയക്ക് അർഹത്വം ഉപനീതന്നുദാനെന്നു നിശ്ചയം 8-ാം വയസ്സിൽ വിപ്രനും നൃപന്നു 11-ലും 12-ലാണ് ഉപനയനാദി വേണ്ടതു വൈശ്യനം ഈ ദീനനം സേവകനിൽ കനിവാർന്നു പൊറുക്കുകിൽ ആ കർമ്മം തീർന്നിവനെ ഞാൻ പശുവാക്കി യജിക്കുവൻ ധർമ്മജ്ഞൻ ലോകപാലൻ നീ സർവശാസ്ത്ര വിശാരദ ധർമ്മമാണൻ വാക്യം എന്നു കാണിലോ പോക നിൻഗൃഹം ഓം ശ്രീ മഹാദേവി നമോ നമഃ ഓം ശ്രീ മഹാദേവി